നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഹൃദയമാണ് ഇന്നലെ അഭീകര സംഘം കീറിമുറിച്ചത്. ഇന്ത്യയെ തളർത്തിയ മുംബൈ ഭീകരാക്രമണം, പിന്നീട് ഇന്ത്യയെ അത്രയധികം വേദനിപ്പിച്ച പുൽവാമ ആക്രമണം, അതിനുശേഷം ഇതാ പഹൽഗാമിൽ ഭീകരത വിതച്ച് ഇന്ത്യയെ തളർത്താനുള്ള ശ്രമമാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര സംഘങ്ങൾ നടത്തിയത്. ദയവായി എൻ്റെ ഭർത്താവിനെ രക്ഷിക്കൂ, ദൈവത്തെ ഓർത്ത് അവനെ രക്ഷിക്കൂ. ഞങ്ങൾ ലഘുഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ ഭർത്താവിനെ വെടിവെച്ചു. പഹൽഗാമിൽ വെടിയേറ്റ് കിടക്കുന്ന പ്രിയതമന് സമീപം വിലപിക്കുന്ന ആ സ്ത്രീയുടെ ചിത്രം അത്ര പെട്ടെന്ന് മറക്കാൻ നമുക്കിനി കഴിയില്ല. ആക്രമണ സ്ഥലത്ത് നിന്നുള്ള കരളലിയിക്കുന്ന രംഗങ്ങൾ, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന പല ചിത്രങ്ങളും മനുഷ്യ മനസ്സിനെ അത്രയേറെ വേദനിപ്പിക്കുന്നു. ഒട്ടേറെ പേർ രക്തം വാർന്ന് നിലത്തനങ്ങാതെ കിടക്കുന്നു. മുസ്ലിങ്ങളല്ല എന്നുറപ്പുവരുത്തിയാണ് ആ ഭീകര സംഘം പലർക്കു നേരെയും വെടിയുതിർത്തത്. ചിലരുടെ ട്രൗസർ വരെ ഊരിയ നിലയിൽ. വാഹനഗതാഗതം എത്താത്ത പ്രദേശമായതുകൊണ്ട് പരിക്കേറ്റവരെ കുതിരപ്പുറത്ത് കയറ്റിയാണ് നാട്ടുകാർ കൊണ്ടുപോയത്. കൊച്ചുകുട്ടികൾ വിറങ്ങലിച്ച് നിൽക്കുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് കാശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം ഇന്ത്യയെ അത്രയധികം ചൊടിപ്പിച്ചു. സൗദി സന്ദർശനത്തിലായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരമായി ഇന്ത്യയിലേക്ക് തിരിച്ചു. വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പ്രധാന ഉദ്യോഗസ്ഥരുമായി മോദി കൂടിയാലോചനകൾ നടത്തി. ഇന്നലെ പ്രധാനമന്ത്രിയുടെ അഭാവത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. പിന്നീട് പ്രധാനമന്ത്രി മോദിയുടെ നിർദ്ദേശാനുസരണം അമിത്ഷാ നേരെ ശ്രീനഗറിലേക്ക്, ഇന്ന് പഹൽഗാം സന്ദർശിക്കും. NIA സംഘം ഇന്ന് പഹൽഗാമിലെത്തി. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തോത് കുറഞ്ഞെന്നും 370-ാം അനുച്ഛേദം പിൻവലിച്ചതിന് ശേഷം കാശ്മീരിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും നേരത്തെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. ഈ അവകാശവാദങ്ങൾക്കിടയിലാണ് ഇപ്പോൾ കാശ്മീരിൽ ഏറ്റവും ദുരന്തം വിതച്ചിരിക്കുന്നത് ഭീകരർ. വിനോദസഞ്ചാര സീസണാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾ ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ആക്രമണം നടന്നത്. സാധാരണക്കാരായ വിനോദസഞ്ചാരികൾക്ക് നേരെ പെട്ടെന്നുണ്ടായ തീവ്രവാദ ആക്രമണം ടൂറിസം ഗ്രാമത്തെ മാത്രമല്ല ശ്രീനഗറിനെ പൂർണ്ണമായും അത് നടുക്കിക്കളഞ്ഞു. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് 28 പേർ കൊല്ലപ്പെട്ടുവെന്നാണ്. 10ഓളം പേർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും തുടരുന്നു. സമീപ വർഷങ്ങളിൽ സാധാരണക്കാർക്ക് നേരെ തീവ്രവാദ സംഘം നടത്തിയ ഏറ്റവും കൊടിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കാശ്മീർ താഴ്വരയിലെ പഹൽഗാം, ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം. തലസ്ഥാന നഗരമായ ശ്രീനഗറിൽ നിന്ന് 90 കിലോമീറ്റർ അകലെയാണ് പഹൽഗാം. ട്രെക്കിങ്ങിലായിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരവാദികൾ നിറയൊഴിച്ചത്. സൈനിക വേഷത്തിലെത്തിയ തീവ്രവാദികളെ കണ്ട വിനോദസഞ്ചാരികൾ ആദ്യം തെറ്റിദ്ധരിച്ചു. സൈനികർ മോക്ഡ്രില്ലിനെത്തിയതായിരിക്കാം എന്നാണ് വിനോദസഞ്ചാരികൾ കരുതിയത്. എന്നാൽ പിന്നീട് തീവ്രവാദികൾ തോക്കെടുത്ത് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തു. പുരുഷന്മാരെ തിരച്ചുപിടിച്ചാണ് തീവ്രവാദ ആക്രമണം. ഒപ്പം അമുസ്ലിങ്ങളാണ് തങ്ങൾ വധിക്കുന്നതെന്ന് ഭീകരർ ഉറപ്പുവരുത്തി. ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ എ തയ്ബയുടെ നിഴൽ ഗ്രൂപ്പാണ് ഇവർ. 2023 ജനുവരിയിൽ UAPA നിയമപ്രകാരം കേന്ദ്ര സർക്കാർ TRFനെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെ TRF കാശ്മീരിൽ സജീവമായി. ലഷ്കർ എ തോയ്ബ ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകളിൽ നിന്നാണ് TRF ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഷെയ്ഖ് സജ്ജാദ് ഗുൽ ആണ് TRFൻ്റെ സ്ഥാപകൻ. ഇയാളെ ഇന്ത്യ തീവ്രവാദിയായി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 2022 കണക്കുകൾ പ്രകാരം ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ട 172 ഭീകരരിൽ 108 പേർ TRFുമായി ബന്ധമുള്ളവരാണ്. അത്രയേറെ കാശ്മീർ മേഖലയിൽ ആ ഭീകര സംഘം ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലുള്ളപ്പോൾ കാശ്മീരിൽ ആക്രമണം നടത്തിയ ഭീകരർ നൽകുന്നത് മറ്റൊരു സന്ദേശമാണ്. നേരത്തെ തഹാവൂർ റാണയെ അമേരിക്ക ഇന്ത്യക്ക് വിട്ടുകൊടുത്തിരുന്നു. അതിനുള്ള മറുപടിയാവാം ഒരുപക്ഷെ ഭീകര സംഘം കണക്കുകൂട്ടുന്നത്. എന്നാൽ അതിനേക്കാൾ മാരകമായ പ്രത്യാക്രമണമാണ് ഇനി പാകിസ്ഥാനും ഈ തീവ്രവാദ സംഘടനകളുമൊക്കെ നേരിടാൻ പോകുന്നത്. അതിൻ്റെ അലയൊലികൾ ഇന്നലെ കണ്ടു തുടങ്ങി. അതിശക്തമായ ഷെല്ലാക്രമണം ഇന്നലെ ഇന്ത്യ
പാകിസ്ഥാനിലെ അതിർത്തി ഗ്രാമങ്ങൾക്ക് നേരെ തുടങ്ങിക്കഴിഞ്ഞു. ബലാക്കോട്ടിന് സമാനം മറ്റൊരാക്രമണത്തിന് ഇന്ത്യ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ നിറയുന്നത്. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ പാഞ്ഞെത്തിയതിന് പിന്നിലും ഇത്തരം നീക്കങ്ങൾ തന്നെ. ഇനി പാകിസ്ഥാനിലെ തീവ്രവാദ സംഘങ്ങൾക്കും നേരെ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക്, അത് ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാം. പാകിസ്ഥാൻ കൈയടക്കി വച്ചിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ യുദ്ധത്തിലൂടെ തിരിച്ചുപിടിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു. ഇന്ത്യയുടെ സാധാരണക്കാർക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിന് തൊട്ടുപിന്നാലെ ശക്തമായ പിന്തുണയുമായി ഇസ്രായേൽ രംഗത്തെത്തി. ഇന്ത്യക്ക് നേരെ നടത്തിയ ഈ ഭീകരാക്രമണത്തിന് അതിൻ്റേതായ തലത്തിൽ മറുപടി നൽകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു. അമേരിക്കയും പൂർണ്ണ പിന്തുണയാണ് ഇന്ത്യയുടെ ഏത് നീക്കത്തിനും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് പുതിൻ ഭീകരാക്രമണത്തെ തള്ളിപ്പറഞ്ഞു. വിവിധ ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തുന്നു. ഭീകര സംഘടനയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് തന്നെയാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ പിന്നിലെയും യഥാർത്ഥ ഭീകരശക്തി. പുൽവാമയിൽ സൈനികർക്ക് നേരെ നടത്തിയ ഭീകരാക്രമണത്തിന് ബലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യ ശക്തമായ മറുപടി നൽകിയിരുന്നു. സമാനമായ അനുഭവം ഇനി പാകിസ്ഥാനെ കാത്തിരിക്കുന്നു. ഇപ്പോഴിതാ ആക്രമണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. അത് പൂർണ്ണമായും പാകിസ്ഥാനെ പ്രതിപ്പട്ടികയിൽ നിർത്തുന്നത് തന്നെ. പുതിയ ചോരക്കളിക്കിത പാകിസ്ഥാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനുള്ള പ്രഹരം അതിമാരകമായിരിക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരമായി ഇന്ത്യയിലേക്ക് മടങ്ങിയത് വെറുതെയല്ല എന്ന സന്ദേശം ഇപ്പോൾ വ്യക്തമാണ്. മറുവശത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ശ്രീനഗറിൽ തന്നെ അതിശക്തമായ നീക്കങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ആക്രമണം നടത്തിയ ഭീകരരിൽ 2 പേർ പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം ലഭിച്ചവരാണ് എന്ന കൃത്യമായ വിവരം ഇന്ത്യക്ക് ലഭിച്ചു. പൂഞ്ചിലും ശക്തമായ പാക് പ്രകോപനമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ കസൂരി എന്നറിയപ്പെടുന്ന സെയ്ഫുള്ള ഖാലിദ്, കേരള സ്വദേശിയായ രാമചന്ദ്രൻ എന്ന റിട്ടയർഡ് നാവിക ഉദ്യോഗസ്ഥനും തൻ്റെ ജീവൻ നഷ്ടമായി ഈ ഭീകരാക്രമണത്തിൽ. മകളുടെ മുന്നിൽ വെച്ചാണ് രാമചന്ദ്രനെ ഭീകരർ വധിച്ചത്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് 6 അംഗ സംഘമാണ് എന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചു. ഇത് സംബന്ധിച്ച ശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ. ഡൽഹിയിൽ അടിയന്തര യോഗം ചേർന്നു. കാശ്മീരിൽ ഇടപെടാനായി പാകിസ്ഥാൻ സൈനിക തന്ത്രങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണം. ഇന്ത്യയെയും പാക് അധിനിവേശ കാശ്മീരിനെയും വേർതിരിക്കുന്ന നിയന്ത്രണ രേഖയിലെ ചില മേഖലകളിൽ കൈബലം കാട്ടാനുള്ള പാകിസ്ഥാൻ്റെ നീക്കം. ആക്രമണത്തിന് ഭീകരർ തെരഞ്ഞെടുത്ത സമയം തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് അതിശക്തമായ ഭീകരാക്രമണം നടന്നിരിക്കുന്നതും. 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദിയിലെ ജിദ്ദ സന്ദർശിക്കുന്നത്. ഇത് പാകിസ്ഥാന് ഒട്ടും സുഖിക്കുന്നില്ല. ഇന്ത്യക്കെതിരെ ഭീകര സംഘങ്ങളെ ഏകോപിപ്പിക്കുന്ന പാക് ചാരസംഘടനയായ ISIക്ക് സൗദിയുടെ നിലപാട് ഏറെ നീരസമുണ്ടാക്കി. നിയന്ത്രണ രേഖയിൽ വെടിയുതിർത്ത് ഇന്ത്യൻ സൈന്യത്തെ പ്രകോപിപ്പിക്കാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാക് ശ്രമിച്ചുകൊണ്ടിരുന്നു. ജനുവരി മുതൽ പാക് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ കമാൻഡോകൾ നുഴഞ്ഞുകയറ്റങ്ങൾക്കൊരുങ്ങുന്നതായി കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നിയന്ത്രണ രേഖയിൽ അവർ കുഴിബോംബുകൾ സ്ഥാപിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പഹൽഗാമിൽ ഭീകരർ ആക്രമണത്തിന് ഉപയോഗിച്ചത് AK-47 തോക്കുകളാണ്. അതുകൊണ്ട് തന്നെ പാക് ISIക്ക് നേരിട്ടുള്ള പങ്കിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ഇതുവഴി പുറത്തു വരുന്നു. ജമ്മു കാശ്മീരിലെ ക്രമസമാധാന നില ഒരു ദശകത്തിനിടയിൽ ഏറെ മെച്ചപ്പെട്ടത് ISIയെ അലട്ടിയിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ വിലയിരുത്തൽ ഇപ്പോൾ പുറത്തു വരുന്നു. കാശ്മീരിൽ ഒരു പുതിയ ഭീകരതയ്ക്ക് വേര് പടർത്താനുള്ള ശ്രമമാണ് അവർ മറുവശത്ത് തുടക്കമിട്ടിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപേ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയ പാക് ഭീകരരാണ് പഹൽഗാമിൽ പെട്ടെന്നുള്ള ആക്രമണത്തിന് പിന്നിൽ. പാകിസ്ഥാൻ ഭീകരൻ ഹബീസ് സയ്യിദിന്റെ ലഷ്കർ തോയ്ബയുടെ പ്രോക്സി സംഘടനയാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ TRF. ജമ്മു കാശ്മീരിൽ 85,000-ലധികം വാസസ്ഥലങ്ങൾ തദ്ദേശീയർ അല്ലാത്തവർക്ക് നൽകിയിട്ടുണ്ട് എന്നീ കഴിഞ്ഞ ദിവസങ്ങളിൽ TRF പറഞ്ഞിരുന്നു. ഇത് അധിനിവേശ ജമ്മു കാശ്മീരിൽ ജനസംഖ്യാനുപാതികമായി ഏറെ മാറ്റത്തിന് വഴിയൊരുക്കി. തദ്ദേശീയരല്ലാത്തവർ വിനോദസഞ്ചാരികളായി വേഷമിട്ട് അവിടെ എത്തുന്നു.
അവർ വാസസ്ഥലങ്ങൾ നേടുന്നു, തുടർന്ന് ഭൂമിയുടെ ഉടമസ്ഥർ എന്ന് തോന്നിപ്പിക്കുന്നു. നിയമവിരുദ്ധമായി അവിടെ സ്ഥിരതാമസത്തിനിവർ ഒരുങ്ങുന്നുവെന്നാണ് TRF പറഞ്ഞത്. ഒരു കാര്യം വ്യക്തമാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങിയിരിക്കുന്നത് വ്യക്തമായ പ്ലാനുമായി. വിമാനം ഇറങ്ങിയപ്പോൾ തന്നെ അജിത് ഡോവലുമായുള്ള ചർച്ച. രാത്രിയിൽ തന്നെ ഇന്നലെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെതിരെ ഷെല്ലാക്രമണം തുടങ്ങിയത് ഇതിൻ്റെ ശക്തമായ സൂചനകൾ. ഐഡന്റിറ്റി കാർഡുകൾ പരിശോധിച്ച് പുരുഷന്മാരെ മാത്രം അവർ തെരഞ്ഞുപിടിച്ചു കൊന്നു, അതും അമുസ്ലിങ്ങളായ പുരുഷന്മാരെ. കൊല്ലപ്പെട്ടവരിൽ ഒരു സ്ത്രീ കൂടി ഉൾപ്പെടുന്നു. കാശ്മീരിനെ ഒരു ടൂറിസ്റ്റ് ഹബ്ബായി വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരുന്നു. ഇതും തീവ്രവാദികളെ ഏറെ പ്രകോപിപ്പിച്ചു. അവർക്കുള്ള മറുപടി ഇനി അതിശക്തമായിരിക്കും എന്ന സൂചനകൾ ഇന്ത്യയുടെ വികാരമായി പടരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അതിൻ്റെ അലയൊലികൾ ശക്തമാണ്. പാകിസ്ഥാൻ കൈയടക്കി വച്ചിരിക്കുന്ന പാക്-അധീന കാശ്മീർ ഇങ്ങ് വീണ്ടെടുക്കൂ മോദിജി എന്നതാണ് സമൂഹ മാധ്യമങ്ങളിലെ ഹാഷ്ടാഗ്. ഒപ്പം ആ തീവ്രവാദികളുടെ വാസസ്ഥലം തേടിപ്പിടിച്ച് അവരെ ചുട്ടരിക്കൂ എന്ന ആക്രോശം മുഴങ്ങുന്നു. അതിശക്തമായ പ്രകോപനമാണ് ഇന്ത്യയിലെ സാധാരണക്കാരുടെ മനസ്സിൽ. പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് കയറി നിരങ്ങാൻ ഇനി ഇന്ത്യയുടെ മണ്ണ് അനുവദിക്കരുത്. അവരെ വേരോടെ പിഴുതെറിയുക. അതിന് ഇന്ത്യ മാതൃകയാക്കേണ്ടത് ഇസ്രായേലിൻ്റെ തന്ത്രങ്ങളും സൈനിക നീക്കങ്ങളുമാണ് എന്ന് ഇന്ത്യൻ സർക്കാരിനെ ചിലർ ഓർമ്മപ്പെടുത്തുന്നു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ഇന്ത്യ ശക്തമായ മറുപടി നൽകും എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ ഉച്ചത്തിൽ പറയുന്നു. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.